ഇപ്പം ഞാൻ കറക്റ്റ് നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ പനമ്പള്ളി നഗർ പാർക്കില്ലേ, പനമ്പള്ളി നഗർ പാർക്കിൻ്റെ അവിടെ തന്നെ അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലാണിത്. ഇപ്പോൾ ഏകദേശം കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ കയറാൻ പോകുന്ന കട എന്ന് പറഞ്ഞാൽ തലശ്ശേരി കിച്ചൺ. അതായത് നല്ല തലശ്ശേരി ബിരിയാണി മാത്രമല്ല സദ്യയും തലശ്ശേരി നല്ല നാടൻ വിഭവങ്ങളെല്ലാം ഉള്ള ഒരു കടയാണ് ഇവിടെ, ഒരു ഹോട്ടൽ. ഏകദേശം 20-ൽ പരം ഒറിജിനൽ തലശ്ശേരി ദം ബിരിയാണി, ഇലസദ്യയോടൊപ്പം 60-ൽ പരം നാടൻ തലശ്ശേരി ഇറച്ചി മീൻ വിഭവങ്ങൾ. ഇത്രയധികം സംഭവങ്ങൾ ഇവിടെ നിന്നിട്ട് നമ്മൾ കയറിയില്ലെങ്കിൽ അത് വലിയ മോശമല്ല. നമുക്കിനി എന്തായാലും ഇതിൻ്റെ രുചിയും ഇതിൻ്റെ സംഭവങ്ങളും ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അറിയാം. ഇത് നമ്മുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറാണ് തലശ്ശേരി കിച്ചൺ. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറാം. പാർസൽ കൗണ്ടർ കാണാം, തിരക്കുണ്ട്. തലശ്ശേരി റെസ്റ്റോറൻറ്റ് പാർസൽ കൗണ്ടർ, അതെ അവിടെ പാർസൽ കൗണ്ടർ. ഇവിടെ നമുക്ക് എൻട്രി ആണ്, കണ്ടല്ലോ. ഇനി നമുക്ക് എന്തായാലും എൻട്രി അടിച്ച് പുള്ളിനെ കാണാം. നല്ലൊരു ആംബിയൻസ് അല്ലേ. നമസ്കാരം മനോജ് ഭായ്. ഇതാണ് മനോജ് ഭായ്. നമ്മുടെ മനോജ് ഭായാണ് ഇവിടുത്തെ ചെയ്യാം അല്ലേ മനോജ് ഭായ്? മനോജ് ഭായ്, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഹോട്ടലിലും ബാക്കിയെല്ലാം ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ബേസ്മെൻറ്റിൽ കിട്ടി നല്ല ക്രൗഡൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ട്രെസ്സിൽ പോകുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലാണിത്, ഈ ഒരു കോംപ്ലക്സിൽ. എന്നിട്ടും ഇത്ര ഒരു ക്രൗഡുണ്ട്. ഇത് എങ്ങനെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്തു വന്നത്? അതിൻ്റെ ബ്രാൻഡ് ശരിക്കും നമ്മുടെ തലശ്ശേരി ബിരിയാണിയാണ് ഇവിടെ. തലശ്ശേരി ബിരിയാണി, തലശ്ശേരി സ്നാക്സ്, തലശ്ശേരി കറികൾ, ഫിഷ് കറി, തലശ്ശേരി ചിക്കൻ കറി, തലശ്ശേരി കല്ലുമക്ക ഫ്രൈ, കല്ലുമക്ക റോസ്റ്റ്, അവിടുത്തെ മിക്ക വിഭവങ്ങളും ഇവിടെ. ചൈനീസ് അല്ല ഇവിടെ മെയിൻ, കേരള നമ്മുടെ പേര് തന്നെ കിച്ചൺ തലശ്ശേരി. തലശ്ശേരി എന്നുള്ള പേരല്ല, ഇവിടുത്തെ ഫുഡാണ്. തലശ്ശേരി ഫുഡാണ് ഇവിടെ കൂടുതൽ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേരിട്ടു. അതുകൊണ്ടായിരിക്കും ഈ പേരിടാൻ കാരണം. അതെ അതെ, ഇവിടെ എല്ലാം തേങ്ങ അരച്ച ഫിഷ് കറിയാണ്. നമ്മുടെ തലശ്ശേരി ഫിഷ് കറി ഇവിടെ തലശ്ശേരി ഫിഷ് കറി, തലശ്ശേരി ചിക്കൻ കറി, അങ്ങനെ എല്ലാം അവിടുത്തെ. തലശ്ശേരി സ്നാക്സ് ആണ്, ഇറച്ചിപ്പത്തിരി, ആലിസ്, പഴം നിറച്ചത്, ഉന്നക്ക പൊരിച്ചത്, എല്ലാം ഈത്തപ്പഴം ഫ്രൈ, ഈത്തപ്പഴം. ഇവിടെ ഓരോ സംഭവങ്ങൾ. ഇത് ആലീസ് തലശ്ശേരി സ്പെഷ്യൽ ഐറ്റാണ്. അത് ലേശം ഷുഗർ ചേർത്ത് കഴിക്കുന്നതാണ്. ചോറ് ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പൊ ഇത്തിരി ടേസ്റ്റും കൂടി ചെയ്യാം. ശരിക്കും ഷുഗർ ചേർക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടം. അത് ഷുഗർ പേഷ്യൻ്റ് ഉള്ളതാണ്. ഷുഗർ വെച്ച് ഇത് കഷ്കശാണോ? കഷ്കശ് വെച്ചുണ്ടാക്കുന്ന ശരിക്കും തരികഞ്ഞി മോഡലാണ്. പക്ഷെ ആ തരികഞ്ഞി അല്ല, നല്ല ഡിഫറെൻ്റ് ഉണ്ട് ഒരു മോഡൽ. അത് ഇങ്ങനത്തെ കുറേ വിഭവങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇപ്പം തീർന്നെന്ന് തോന്നുന്നു. ഇത് എത്ര നാളെ നമ്മൾ തലശ്ശേരി ഇത് തുടങ്ങിയിട്ട്? 7 months. എങ്ങനെയുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള റെസ്പോൺസ്? ഓൾറെഡി എനിക്ക് മനസ്സിലായി, നല്ല ക്രൗഡായിട്ട് നമ്മൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് കയറിയത്. അപ്പോൾ എങ്ങനെയുണ്ട് ബാക്കിയുള്ള റെസ്പോൺസ് ഒക്കെ? നല്ല അഭിപ്രായമാണ്. അപ്പോൾ ടേക്ക് അവേ കൗണ്ടേഴ്സും ഉണ്ടല്ലോ. ഓർഡറുകളാണ്, പിന്നെ ഓഫീസേഴ്സ്, പാർസൽ ഓർഡറുകൾ, ഹോം ഡെലിവറി ഉണ്ട്, ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്. ഇവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കും. ആണ് നമ്മുടെ ഇവിടുത്തെ ഈ കിച്ചണിലെ സ്പെഷ്യാലിറ്റി എന്താ? മെയിനാണ് ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി അല്ല എല്ലാവരും ആവശ്യപ്പെടും. എപ്പോഴും എല്ലാവർക്കും വേണ്ടി വന്ന എവിടെയെങ്കിലും ഹോട്ടലിൽ തലശ്ശേരിന്ന് എഴുതിയാൽ അപ്പോൾ തന്നെ കയറി ചോദിക്കും തലശ്ശേരി ബിരിയാണി ഉണ്ടോ, അവിടുത്തെ പത്തിരിയും ബാക്കി എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ടെന്ന് തന്നെ ചോദിക്കത്തുള്ളൂ. ഏറ്റവും കൂടുതൽ സ്നാക്സ് ആണ് മലബാറിൽ. സ്നാക്സും ബിരിയാണി അതെല്ലാം ഇവിടെ ഉണ്ട്. എനിക്ക് ബാക്കിയില്ല, അല്ലാതെ എനിക്ക് കുറെ തിന്നാറുണ്ട്. കഴിക്കാം. നമുക്ക് എന്തായാലും ഇതൊന്ന് സംസാരിച്ച ശേഷം. ഇപ്പം എന്തായാലും എന്നൊക്കെ കൂടുതൽ അദ്ദേഹത്തിനാണ്, അല്ലെങ്കിൽ തലശ്ശേരിക്കാരും ആ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെയാണ്, സൽക്കാരപ്രിയരാണ്. താങ്ക് യു. നമ്മളെ പഴവും എല്ലാം കൂടി കയറി. ഇപ്പം ഇത് ആരുടെ ശരിക്കും മീൻ? ഇത് ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ MD-യുടെ അമ്മയാണ്. ഓണർ രാജീവ് സാർ. പുള്ളി ഇവിടെ അതോ തലശ്ശേരിയാണോ? തലശ്ശേരിക്കാരനാണ്, ഇവിടുത്തുകാരനല്ല. പേര് മാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. അത് തന്നെ പലരും ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ ഇവിടെ നിന്നുള്ള തലശ്ശേരി എന്നുള്ള പേരിൽ ബ്രാൻഡ് ചെയ്യും, പക്ഷെ എല്ലാം കൊച്ചിക്കാരും കൊട്ടിച്ചും നമ്മുടെ ഇവിടെ നിന്നുള്ളവരൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ അതാ ചോദിച്ചത്. രാജീവ് സാറിന്റെ അച്ഛനാണ്, എൻ്റെ MD-യുടെ അച്ഛനാണ്. അച്ഛൻ എല്ലാ സമയവും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ അച്ഛനാണ്. അച്ഛനും അമ്മയാണ് ഇവിടുത്തെ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പോരായ്മകൾ പറഞ്ഞു കൊടുക്കുന്നതും ഒരാണ്.
അച്ഛനും വർഷം മുമ്പ് തലശ്ശേരിയിൽ ഒരുപാട് വർഷം ഹോട്ടൽ നടത്തി പരിചയമുള്ള ആളാണ്. സാധാ നാടൻ റെസ്റ്റോറന്റ് ചെയ്തിട്ടുള്ള പരിചയമുള്ള അത് ചെയ്ത് പരിചയമുള്ള ആളാണെന്നും പറയാം. അച്ഛന്റെ പേര് വർഷങ്ങളോളം ഹോട്ടൽ ഉണ്ടായി. അച്ഛനും അമ്മ ഇവിടെ ഉണ്ടാവും, എല്ലാം അങ്ങനെ നോക്കി ആൾക്കാരെ അറ്റൻഡ് ചെയ്യാനും അവർക്കുള്ള പോരായ്മകൾ മനസ്സിലാക്കാനും അത് ഞങ്ങളുമായിട്ട് വൈകുന്നേരം ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാറുണ്ട്. ശരിക്കും അത് ഇപ്പൊ അങ്ങനെ അധികം കാണാത്തൊരു സമ്പ്രദായം തന്നെയാണ്. സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല. എം ഡിയുടെ അച്ഛനും അമ്മയായാലും എം ഡി തന്നെ ഒരാൾ എം ഡിയുടെ ആൾ നിന്നിട്ട് അങ്ങനെ ഒരു ചെയ്യൽ ഇപ്പൊ പൊതുവെ കുറവാണ്. എന്തായാലും നല്ലൊരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് വിജയം അല്ലേ. ഇനിയിപ്പോ അധികം പൊറോട്ടയെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയി ബാക്കി പരിപാടികൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. തലശ്ശേരി പേര് മാത്രമല്ല, വൈഡായിട്ടുള്ള കിച്ചണാണ്. അവിടുത്തെ ഉള്ള പോലെ തന്നെയാണ്. അല്ല വലിയ കിച്ചൺ. ഇത് അമ്മ അല്ലേ? ഞങ്ങളുടെ എം ഡിയുടെ അമ്മയാണ്. അമ്മേര് കല്ലുമ്മക്ക പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു ഇപ്പൊ അമ്മ അച്ഛനും കൂടി വന്ന് നിന്നാണെല്ലാം എന്ന്. കൺട്രോൾ ചെയ്യണത് ഇവരുണ്ട്, ഇനിയിപ്പം ഞാനും ഉണ്ട്. നമുക്ക് ഇതേരം നോക്കാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഞാൻ പറഞ്ഞല്ലോ വലിയ കിച്ചൺ. അവിടെ മാത്രമല്ല, ഇപ്പുറത്തും കിച്ചണാണ്. പേര് മാത്രമല്ല അവിടുത്തെ പോലെ തന്നെ. ഇത് ഇവിടെ അല്ല, ഈ ഒരു സെക്ഷൻ ബിരിയാണി മാത്രമാണ്. നല്ലൊരു ഏരിയ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ചിക്കൻ ഇട്ടല്ലേ? ചിക്കൻ ഓൾറെഡി ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. നമ്മൾ ഇത്തിരി വൈകിപ്പോയി, കുഴപ്പമില്ല. എന്നാലും തിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോൾ ഇദ്ദേഹമായിരിക്കുമല്ലോ നമുക്ക് ഉണ്ടായി തരുന്നത്. പേരെന്താ എന്നെ? അനീഫ. ചേട്ടനും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ മതി. എത്ര ആളായി ചേട്ടൻ? ബിരിയാണി സ്പെഷ്യലിസ്റ്റാണ് ആണ്? ഉറപ്പ്? തീർച്ചയായിട്ടും. അന്ന് നമുക്ക് തുടങ്ങാം. അധികം വൈകിക്കണ്ട, നമുക്ക് തുടങ്ങാം. ഇപ്പൊ ഇത് എന്താ ചെയ്തെന്നൊന്ന് പറയാമോ ചേട്ടാ? ഇത് മസാല റെഡിയായി. മസാലയിൽ എന്തൊക്കെയാ ചെയ്ത് വെച്ചേക്കുന്നേ? പച്ച മസാല, വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവോള എല്ലാം ഇട്ട് നന്നായിട്ട് ഒരു ചിക്കൻ ഗ്രേവി ആക്കി വെച്ചേക്കാണ്. സവോള ഇട്ട് വാട്ടി നല്ല ഗ്രേവി ആക്കി വെച്ചേക്കാണ് ഒരു പാതി വേവില്. ഇനിയിപ്പോ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണ് ദമ്മിടണം. അപ്പൊ റൈസും വേവിച്ച് വെച്ചേക്ക്. വൈകിപ്പോയി, ശരിക്കും വൈകിപ്പോയി. അപ്പൊ റൈസിന് ഇട്ട് ദമ്മ് വയ്ക്കാൻ പോവാണ് നമ്മള്. ഗരം മസാല. അവിടെ നമ്മള് കല്ലുമക്ക നേരത്തെ അല്ല, അത് ഇങ്ങോട്ട് എടുത്തോണ്ട് ഇത് അവിടെ പൊരിക്കാൻ പോവാണോ? ഇവിടെ പൊരിക്കാൻ പോകണം. ഇവിടെ പൊരിക്കുന്നുണ്ട്. നമുക്ക് അതും കാണാം, ഇതും കാണാം.